എന്തുവാ ക്ലീറ്റോ? പിന്നാണ് കർത്താവിനാണ് അളിയാ, ഞാനല്ല അളിയാ ഇത് ചെയ്തത്. നീ തന്നെ ചെയ്തത്. ഈ വീഡിയോ കാണുന്ന നീയല്ലേ? അളിയാ അത് ഞാൻ തന്നെ, പക്ഷെ ഇത് ചെയ്തത് ഞാനല്ല. പിന്നെ ഇതൊക്കെ എഡിറ്റിംഗ് ഇപ്പൊ ഭയങ്കര പരിപാടികളിലെ, ഇതിനകത്തൊക്കെ ഓരോരുത്തർ ഭയങ്കര വിദഗ്ധന്മാരുണ്ട്. നീ ഇതും പറയുന്നതിനപ്പുറം പറയും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പാലയുടെ മത്തായുടെ വകയൊന്നുമല്ല ഇലക്ട്രിക് പോസ്റ്റ് അവിടെ കൊണ്ട് ഓടിക്കാനായിട്ട്. അതെ, നിന്റെ തന്ത ഹവീൽദാര വകയൊന്നുമല്ലല്ലോ ഇലക്ട്രിക് പോസ്റ്റ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്തത്. ഞാൻ മനഃപൂർവ്വം ചെയ്ത് തന്നെ. നീ അകത്ത് പോകും. ഓ എടാ, ഞാൻ അകത്ത് പോകാൻ നിന്നെ പോലെ തുക്കട ലൈൻമാൻ അല്ല, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. പിന്നെ ഞങ്ങൾ രാഷ്ട്രീയക്കാർ വിചാരിച്ച ചെയ്ത പല കാര്യവും ചെയ്തില്ലേന്നാക്കാനേ അധികം സമയമൊന്നും വേണ്ട, വളരെ പുല്ലാണത്. പിന്നെ എനിക്കിട്ട് പണിയൊന്നുമില്ല ഈ വീഡിയോ എടുത്തവൻ. അവന് ഞാൻ 8ന്റെ പണി കൊടുത്തോളാം. എൻ്റെ പിള്ളേർ തയ്യാറായി നിൽപ്പുണ്ട്. അവൻ ഈ മുറ്റത്ത് 1 കോടി രൂപ നഷ്ടപരിഹാരം കൊണ്ട് വെക്കും. അതിനു മുമ്പ് നീ അകത്ത് പോകാൻ നോക്കിയോ? അകത്ത് പോകുമ്പോ ഞാൻ അളിയനെ വിളിച്ചോളാം, ജാമ്യത്തിൽ ഇറക്കാം കേട്ടോ. ഞാൻ വരില്ലല്ലോ. ക്ലീറ്റോ, എന്തുവാ ഇത്? എന്തെങ്കിലും ഒരബദ്ധം വെച്ചിപ്പോയി. സത്യം പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്കിപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റണില്ല. ഓരോ നേതാക്കന്മാരും വിളിച്ച് മാറി മാറി തള്ളക്കി വിളിക്കാണ്. ജനങ്ങളെല്ലാം എന്നോട് കാണുമ്പോൾ ചോദിക്കണം എന്ത് വൃത്തി.